100% അദ്ദേഹം വിമർശനങ്ങൾ അർഹിക്കുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കേണ്ട വസ്തുത ഇന്ത്യയിലെ തന്നെ ലോകത്തിന് തന്നെ മാതൃകയായി, പ്രത്യേകിച്ച് ഇന്ത്യക്ക് തന്നെ മാതൃകയായി നമ്മുടെ ആരോഗ്യരംഗം വളർന്നു എന്നുള്ള ഒരു വസ്തുത തന്നെയാണ്. ലോകാരോഗ്യ സംഘടന തന്നെ അത് 3 തവണ റിപ്പോർട്ട് ചെയ്തു. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുടെ വളർച്ചയും അതിന്റെ സേവനങ്ങളെയും കുറിച്ച് നമുക്ക് തന്നെ നമ്മുടെ മുമ്പിലുള്ള ചിത്രങ്ങളാണെന്നല്ലോ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലോകത്തിൽ ഒരു സിസ്റ്റവും പെർഫെക്റ്റ് ആയിട്ടില്ല. തെറ്റുകുറ്റങ്ങൾ വരാത്തൊരു സിസ്റ്റം പോലും ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന് സുനിത വില്യംസ് എന്ന് പറയുന്ന ബഹിരാകാശ യാത്രികയെ 8 ദിവസത്തേക്ക് ബഹിരാകാശത്ത് കൊണ്ടുപോയിട്ട് മടക്കിക്കൊണ്ടുവരാൻ പറ്റാതെ അനിശ്ചിതത്തിലേറി 6 മാസക്കാലത്തോളം അവരവിടെ വസിക്കേണ്ടി വന്നു. ഇത്രയും വലിയ ടെക്നോളജിയിൽ വളർന്ന നാസയ്ക്ക് ഒരു പിഴവ് പറ്റി. പിന്നെ എലോൺ മസ്കിന്റെ ഒരു പേടകത്തിലാണ് കൊണ്ടുവരേണ്ട വന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിസ്റ്റത്തിന് പേരുകൾ വരുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ എവിടെയെങ്കിലും 1-2 പിഴവുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു യൂറോളജിയുടെ മേധാവി എന്നുള്ള നിലയ്ക്ക്, സർജൻ എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ഇകഴ്ത്തി കാണിച്ചതിലൂടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നുണ്ട്. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ മുഴുവനും കുത്തഴിഞ്ഞതാണെന്നും അവിടെ മരുന്നുകളില്ലെന്നും ഡോക്ടേഴ്സ് കൃത്യമായിട്ടില്ലെന്നും സർജിക്കൽ ഉപകരണങ്ങളില്ലെന്നും എക്യുപ്മെന്റ്സ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ടൊരു ധാരണ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ച് സ്വകാര്യ ആശുപത്രികൾക്ക് ആളെ കൂട്ടാനായിട്ടുള്ള ഒരു കുതന്ത്രമാണ് ഇതിലൂടെ വർക്കൗട്ട് ചെയ്തെന്നുള്ളത് വളരെ വ്യക്തമാണ്. അക്കാര്യത്തിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് ഈ വിവരങ്ങൾ മാധ്യമങ്ങളുടെ കൂടെ ആദ്യം പറഞ്ഞത് എന്താ, ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റത്തിന് തകരാറാന്ന് പറഞ്ഞു. അത് തന്നെ മാധ്യമങ്ങൾ അത് കൊട്ടിഘോഷിച്ചു. അത് വലിയ രീതിയിലുള്ള വാർത്തകൾ സൃഷ്ടിച്ചു. ജനങ്ങളിൽ, പാവപ്പെട്ട ജനങ്ങളിൽ, സർക്കാർ ആശുപത്രി ആശ്രയിക്കുന്ന പാവപ്പെട്ട ജനങ്ങളിൽ അത് വലിയ ആശങ്കയുണ്ടാക്കി. പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ വർക്ക് ചെയ്യുന്ന ഈ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം സിസ്റ്റത്തിന് തകരാറാണെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം എന്തിനാണ് പിന്നെ അങ്ങനെ ഈ മെഡിക്കൽ സിസ്റ്റത്തിന് തന്നെ തകരാറാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒരു സത്യമായ ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് തള്ളിവിട്ടത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നമ്മളത് ആലോചിച്ച് നോക്കുകയും ഇന്ത്യ ഗവൺമെന്റിന്റെ കഴിഞ്ഞ വർഷത്തെ ആരോഗ്യ വകുപ്പിന്റെ കേന്ദ്ര ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കേരളമാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ രോഗികളെ പരിപാലിക്കുന്നത്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലാണ്, നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ആണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത്. സർക്കാർ 7000 കോടി രൂപയാണ് മെഡിസിൻ വാങ്ങിക്കാനായിട്ട് തന്നെ ഈ കൊച്ചു സംസ്ഥാനം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 50 ലക്ഷം രോഗികൾ ഒരു വർഷം നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെ രോഗത്തിന് വേണ്ടിയിട്ട് ചികിത്സ തേടുന്നുണ്ട്. 50 ലക്ഷം. അതൊരു പക്ഷേ വേൾഡ് റെക്കോർഡായിരിക്കും ഇത്രയും ചെറിയൊരു സ്ഥലത്തെ ഇതിൽ. അങ്ങനെയുള്ള ഒരു ആരോഗ്യ മേഖല കൂടാതെ കൊണ്ട് തന്നെ കഴിഞ്ഞ 9 വർഷമായിട്ട് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജിലൊക്കെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിരിക്കുന്നു. ഇനി മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, കേരളത്തിൽ ഒരു കാലത്ത് ഒരു 8-9 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ രോഗികൾ പോകത്തില്ല. ഇതൊരു നാണക്കേട് പോലെ. അവിടെ ചെന്നാൽ മരുന്നില്ല, ഡോക്ടേഴ്സ് ഇല്ല, കൃത്യമായ അറ്റൻഷൻ കിട്ടുന്നില്ല, വൃത്തിഹീനമായ അന്തരീക്ഷങ്ങൾ. ഇതൊക്കെ വളരെ വ്യക്തമായ കാര്യങ്ങൾ. ഇതൊന്നും ഒരു പൊളിറ്റിക്കൽ ആരോപണമല്ല. അതിൽ നിന്നൊക്കെ മാറി വളരെ നീറ്റായ രീതിയിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ എവിടെ പോയാലും ഇപ്പൊ എനിക്ക് തന്നെ ഉദാഹരണങ്ങളുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ഇന്ന് ജനങ്ങളെ അരിച്ചു കയറിക്കൊണ്ടിരിക്കുക. കാരണം സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ അവന്റെ വസ്തു വരെ വിറ്റ് കൊടുത്താൽ പോലും പോക്കറ്റ് തട്ടി കൊള്ളയടിക്കുന്ന ഈ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ഒരു മോചനമാണ് കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ലഭിച്ചത്. അവന്റെ സാമ്പത്തികപരമായിട്ടുള്ള യാതൊരു ബാധ്യതയില്ലാതെ കണ്ട് അവൻ അവിടെ എത്തി അവന്റെ ചികിത്സകൾ ആവശ്യമുള്ള മരുന്നുകൾ മാത്രം നൽകി നല്ല പരിപാലിക്കുന്ന ഡോക്ടേഴ്സായിട്ട് നമ്മുടെ ആരോഗ്യരംഗം ലോകോത്തരമായി. കോവിഡ് കാലത്ത് പോലും ന്യൂയോർക്ക് ടൈംസിനെ പോലുള്ള BBC പോലുള്ള മാധ്യമങ്ങൾ പോലും അത് റിപ്പോർട്ട് ചെയ്തു. ആ സമയത്താണ് കേരളത്തിലെ സ്വകാര്യ ലോബിക്ക് വേണ്ടിയിട്ട് അറിഞ്ഞോ അറിയാതെയോ ഈ ഡോക്ടർ ഈ രീതിയിൽ വളരെ മോശമായിട്ട് താൻ വർക്ക് ചെയ്യുന്ന ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിനെ, ഒരു വകുപ്പിനെ അവകാശിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നത്. തന്നെയുമല്ല, അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ വാവിട്ട വാക്കുകൾ കേരളത്തിലെ മാധ്യമങ്ങൾ കൊട്ടിക്കൊഴിച്ചപ്പോൾ അദ്ദേഹം തിരുത്താനൊരു ശ്രമം നടത്തി. തിരുത്തേണ്ട കാര്യമില്ല. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം താൻ പറയുന്നത് എന്തിനെതിരെയാണ്? താൻ പ്രവർത്തിക്കുന്ന വകുപ്പ് രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു സർക്കാർ ഇത്രയധികം കോടികൾ ചെലവഴിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും ലക്ഷക്കണക്കിന് രോഗികളുടെ മനസ്സിൽ തീ കോരിയിട്ടുകൊണ്ട് അവരെ എല്ലാം ഇനി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു ധ്വനിയുടെ പേരിൽ നടത്തുന്ന ഒരു വലിയ ഒരു പാതകമാണ് ഈ ഡോക്ടർ ചെയ്തത്. തന്നെയുമല്ല, നമുക്കറിയാം ചെറിയ ചെറിയ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പർവ്വതീകരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ ഈ സ്വകാര്യ ഹോസ്പിറ്റലുകളെ സഹായിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം ജനവിരുദ്ധമായ പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾ മാറി നിൽക്കണം. ഒരു ഉദാഹരണം പറയാം. ഇന്നലെ സംഭവിച്ചൊരു കാര്യം ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്നലെ പങ്കെടുത്ത ഡിബേറ്റിലൊക്കെ അത് പറഞ്ഞു. ഇന്നലെ ചില വിഷ്വൽ മീഡിയാസ്
ഇന്നലെ ലൈവായിട്ട് തന്നെ പുറത്തുവിട്ടൊരു സംഭവം പറയാം. അതായത് വലിയ രീതിയിൽ ആഘോഷിക്കുന്നു. ഇടുക്കി താലൂക്ക് ആശുപത്രി തൊടുപുഴയാണ്. ആ ആശുപത്രിയുടെ ലിഫ്റ്റ് തകർന്നത് ആറ് നിലയുള്ള കെട്ടിടത്തിൽ നിന്നും രോഗികളെ എന്താ പറയുക അപകടകരമായ രീതിയിൽ എടുത്തുകൊണ്ട് പോകുന്നു. അവിടെ അങ്ങോട്ട് ഇനിയിപ്പോൾ രോഗികൾ പോകത്തില്ല, തകർന്നടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കുറെ ആളുകളുടെ പ്രതികരണവുമായിട്ട് നിരന്തരം വാർത്ത കൊടുത്തു. ഞാൻ ഇന്നലെ അത് തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ വിളിച്ചു അതിന്റെ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ലിഫ്റ്റ് തകരാറാകുന്നത്. തിങ്കളാഴ്ച 12 മണിയോടുകൂടി ലിഫ്റ്റ് ഇതിനിടയ്ക്ക് ഒരു അവധി ദിവസം ഉണ്ടെന്ന് ആലോചിക്കണം. ആ ലിഫ്റ്റ് കറക്റ്റ് ചെയ്ത് തിങ്കളാഴ്ച മുതൽ രോഗികൾ പോയി തുടങ്ങി. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, ലിഫ്റ്റുകൾ തകരാറിലാകുക, സിസ്റ്റം ഏതെങ്കിലും മിഷനറീസ് കംപ്ലൈന്റ് വരിക, അത് ലോക സഹജമാണ്. അങ്ങനെ അല്ലാത്തൊരു സിസ്റ്റം ലോകത്തിലില്ല. എന്നിട്ട് തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് രോഗികൾ പോകരുത്, ഇതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞ് വാർത്തകൾ കൊടുത്ത് സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടിയിട്ട് കൂലിപ്പണി ചെയ്യുന്ന ദൗത്യമാണ് ശരിക്കും പറഞ്ഞാൽ ചില മാധ്യമങ്ങളും ചില ഡോക്ടേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഡോക്ടേഴ്സും ഒന്നുമില്ല. അത് വളരെ മോശമായി. കേരളത്തിനെ സംബന്ധിച്ചുള്ള സമീപകാലത്ത് നമ്മുടെ ഒരു സിസ്റ്റത്തെ, നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെന്റിനെ, അത് രോഗികളുമായി ബന്ധപ്പെട്ടൊരു വലിയ വകുപ്പിനെ ഇകഴ്ത്തി കാണിക്കാൻ അതിലെ വളരെ പ്രശസ്തനായ ഡോക്ടർ തുനിഞ്ഞിറങ്ങിയത് അങ്ങേയറ്റം തെറ്റാണ്. അദ്ദേഹം വിമർശനത്തിന് വിധേയമാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ശിക്ഷാ നടപടികൾ എടുക്കണമെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. റെജി ലൂക്കോസ്, ഈ സിസ്റ്റത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി പറയുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറയുന്ന ഒരു കാര്യവും, അതായത് പരാതി ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചു, പക്ഷേ അത് എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ സിസ്റ്റത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജിനുള്ളിൽ തന്നെ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ തന്നെ ഒരു വീഴ്ച ഉണ്ട് എന്നുള്ളൊരു കാര്യം, അത് അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായത് കൊണ്ട് തന്നെ ആയിരിക്കില്ലേ ആരോഗ്യമന്ത്രി ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ല? അത് ആരോഗ്യമന്ത്രി പറഞ്ഞതും ഡോക്ടർ പറഞ്ഞതും തമ്മിലുള്ള ഒരു എന്താ പറയുക, അതിനകത്തൊരു വന്നിരിക്കുന്ന അത് ക്ലാരിഫൈ ചെയ്യുന്നതിൽ വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ വിഷയം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടു. ആ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് പത്രസമ്മേളനം നടത്തിയപ്പോഴാണ് ആരോഗ്യമന്ത്രി ഈ വിവരം അറിയുന്നത്. സ്വാഭാവികമല്ല, അവർക്കിപ്പം ത്രികാലയാനമൊന്നുമില്ലല്ലോ. അവരന്നേരം തന്നെ മാധ്യമപ്രവർത്തകരോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. അല്ലെങ്കിൽ ഡോക്ടർക്കെതിരെ ഒരു അക്ഷരം പോലും വേണ്ടിയില്ല. അദ്ദേഹത്തിനെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സിസ്റ്റത്തിൽ എന്തെങ്കിലും തകരാറുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് എന്താ പറയുക ക്ലിയർ ചെയ്യും, അതിനു വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും, ഉടനെ അന്വേഷിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ആ സിസ്റ്റത്തിനെ മാനിച്ചുകൊണ്ടാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. ആ ഒടുവിൽ അദ്ദേഹം തന്നെ തിരിച്ചല്ലോ, ഞാൻ സിസ്റ്റം എന്ന് പറയുന്നത് കേരളത്തിലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിലുള്ള സിസ്റ്റത്തെ അല്ല, താൻ വർക്ക് ചെയ്യുന്ന യൂറോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള ആ സിസ്റ്റത്തിന് തകരാറുകൊണ്ടാണ്. തകരാറെന്ന് പറഞ്ഞാൽ താൻ കൊടുത്ത റിപ്പോർട്ടുകൾ മുകളിലേക്ക് പോയില്ല, അത് ആരോ തടഞ്ഞു വെച്ചു, അതാണല്ലോ നിങ്ങൾ പറയുന്നത്. അത് തന്നെ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു ചെറിയ വിഷയം ഉണ്ടായിരുന്നുവെങ്കിൽ അത് കേരളത്തിലെ ആരോഗ്യ മേഖലയെ മൊത്തം തകർക്കുന്ന രീതിയിൽ അതിനെ പർവ്വതീകരിച്ചതാണ് നമ്മുടെ വിമർശനം എന്ന് പറയുന്നത്. ഈ ഡോക്ടർക്ക് അറിയാം, വ്യക്തമായിട്ടറിയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരന്തരമായിട്ട് ചില വാർത്തകൾ വരുന്നുണ്ട്. ഒരു ആംബുലൻസിൽ നിന്ന് ഒരു രോഗി ഇറക്കി കൊണ്ടുപോകുന്ന വഴിക്ക് 4 പേര് പിടിക്കുന്നിടത്തും 5 പേര് പിടിച്ചാൽ പോലും കുറ്റകരമായ രീതിയിൽ വാർത്ത വരുന്നത് ഞാൻ എത്രയോ ഡിബേറ്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഡോക്ടർ പർപ്പസ് ആയിട്ട് തന്നെ താൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ ഇകഴ്ത്തി കാണിച്ചത് അങ്ങേറ്റം തെറ്റാ. മന്ത്രിയെ സംബന്ധിച്ചോളം അവര് കൃത്യമായിട്ട് ഇടപെട്ടു. അവിടുത്തെ സർജിക്കൽ എക്യുപ്മെന്റ്സിന് വന്നിരിക്കുന്ന കംപ്ലൈന്റ് റെക്ടിഫൈ ചെയ്ത് ഉടൻ തന്നെ ഹൈദരാബാദിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് അത് കൊണ്ടുവന്ന് ഇന്നലെ തന്നെ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ ഒരു വർഷം അതേ ഡിപ്പാർട്ട്മെന്റിൽ, അതേ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ 2558 മിനിഞ്ഞാത്ത കണക്കാ അവിടെ സർജറി നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 580ഓളം സർജറി നടത്തി. അപ്പൊ പിന്നെ ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10,000 രോഗികൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പൈസ പോലും മുടക്കാതെ കൊണ്ട് അവരുടെ അത് എക്സ്പേർട്ടായ ഡോക്ടറുകൾ. ഇത് ലോകശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന നമ്മുടെ മെഡിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുറത്തു വരുമ്പോൾ അത് കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു. ജനങ്ങള് പിന്നെ സ്വകാര്യ ആശുപത്രി ആശ്രയിക്കുന്ന സാഹചര്യം വരുമെന്നും ഇത് വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട് കേരളത്തിൽ ഉണ്ടാക്കുമെന്നും അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത പ്രവൃത്തിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി അത് തിരുത്തിയിട്ടും കാര്യമില്ല. അടിയന്തരമായിട്ട് ഈ ഡോക്ടറുടെ പേരിൽ ഇത്രയ്ക്കും വലിയൊരു സിസ്റ്റത്തെ ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന സൗജന്യ ചികിത്സാ സമ്പ്രദായത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഭാഷ്യത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടിയന്തരമായിട്ട് ആ ഡോക്ടർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.